ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ 18 മലയാള സിനിമകൾ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ റിലീസായി. ഈ 18 സിനിമകളിൽ 14 ഡയറക്റ്റ് തിയേറ്റർ റിലീസായും 4 ഡയറക്റ്റ് OTT റിലീസുമായാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ വന്ന സിനിമകളിൽ എത്രയെണ്ണം വിജയിച്ചു, എത്രയെണ്ണം പരാജയപ്പെട്ടു എന്നുള്ള വിശകലനമാണ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. വമ്പൻ താരനിരയുമായി, അതായത് മൾട്ടി സ്റ്റാർ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ഏകദേശം 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റാണ് ഉണ്ടായിരുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമ കേരളത്തിൽ ഫൈനലായി നേടിയെടുത്തത് 29 കോടി 25 ലക്ഷം രൂപയായിരുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ 79-80 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ തിയേറ്ററിലെത്തിയ ഈ സിനിമ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. മെയ് 8 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ദൃഢം. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും പുതിയ സിനിമകളുടെ വരവോടെ ഈ സിനിമയ്ക്ക് വിജയിക്കാനായില്ല. കേരളത്തിൽ ഫൈനലായി 4 കോടി റേഞ്ചിൽ കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 7 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിരുന്നു. 10 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും പരാജയമായി മാറുകയാണ് ഉണ്ടായത്. മെയ് 8 തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് റിവോൾവർ റിംഗോ. കിരൺ നാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിജേഷ് കാര്യാടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ കേരള ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 36 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. സുജിത്ത് എസ് നായർ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത അംഗം അട്ടഹാസം എന്ന സിനിമയും മെയ് 8 തിയേറ്ററിലെത്തിയിരുന്നു. മാധവ് സുരേഷ്, സൈജു കുറുപ്പ്, ഷൈം ടോൺ ചാക്കോ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ വളരെ ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. കേവലം 20 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അരുൺ അനിരുദ്ധൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, സെറിൻ ഷഹാബ്, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇപ്പോഴും മികച്ച കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത് 36 കോടി 48 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. നേരത്തെ ഈ സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് 30 കോടി റേഞ്ചിൽ എന്ന് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 15 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. മെയ് 15 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സ്വച്ഛന്തം മൃത്യു. ഷാൻ കേച്ചേരി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജയരാജ് വാര്യർ, ശിവജി ഗുരുവായൂർ, ശ്രീകലാശ്യാം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 3 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളൂ. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശ ശരത്, സിദ്ദീഖ്, മുരളി ഗോപി എന്നിങ്ങനെ താരതയിലുള്ള ഈ സിനിമയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കേരള കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 79 കോടി 85 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 225 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മെയ് 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡോസ്. അഭിലാഷ് ആർ നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ കുമാർ, കൃഷ്ണക്കുറുപ്പ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരള കളക്ഷനായി നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് 33 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. തിരക്കിനിടയിൽ അല്പനേരം എന്ന മലയാള സിനിമയും മെയ് 22 തിയേറ്ററിലെത്തിയിരുന്നു. ജയൻ ആനിക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനിരുദ്ധ് രമേശ്, നമൻലാൽ, ശിവാനി അനിൽ, അജിത്ത് കൂത്താട്ടുകുളം എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേവലം 1.5 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. മെയ് 28 തിയേറ്ററിലെത്തി വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ്, സുനിൽ, തുഷാര വിജയൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5 കോടി 60 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടിക്ക് താഴെ മാത്രമാണ്. നിലവിൽ 45-50 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള ഈ സിനിമയും പരാജയമായി മാറിയിരിക്കുകയാണ്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കറക്കം. ശ്രീനാഥ് വാസി, ഫെമിന ജോർജ്, സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയുടെ ഒരാഴ്ച പിന്നിടുകയാണ്. ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 33 ലക്ഷം രൂപയാണ്. 3 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മെയ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡോക്ടർ ബെന്നറ്റ്. TS ബാബു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജിൻസ് ജോയി, കോട്ടയം നസീർ, ഷാജു ശ്രീധർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 2,20,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിപിൻ വേലായുധൻ സംവിധാനം ചെയ്ത പൈതലാട്ടം എന്ന സിനിമ മെയ് 29 തിയേറ്ററിലെത്തിയിരുന്നു. ജയൻ ചേർത്തല, ധന്യ അനന്ന, സുനിൽ സുഗത, അപ്പുണ്ണി ശശി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 5 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ കോന്നി സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ സിനിമയായ കിരാത തിയേറ്ററിലെത്തിയത് മെയ് 29 ചെമ്പിൽ അശോകൻ, ജീവ നമ്പ്യാർ, നീന കുറുപ്പ്, MR ഗോപകുമാർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയ്ക്ക് 1 ലക്ഷം രൂപ പോലും നേടിയെടുക്കാനായിട്ടില്ല. ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ് ആഹ്ലാദം. ജിജീഷ് ഗോപി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അലൻ തട്ടിൽ, അനുരാജ്, ഹെൽന മാത്യു എന്നിങ്ങനെയാണ് താരങ്ങൾ. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ജയരാജ് സംവിധാനം ചെയ്ത അവൾ എന്ന മലയാള സിനിമയും മനോരമ മാക്സ് വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സുരഭി ലക്ഷ്മി, നിരഞ്ജന അനൂപ്, സബിത ജയരാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. SS ജിഷ്ണുദേവ് സംവിധാനം ചെയ്ത സ്തുതിപുരാണം എന്ന സിനിമയും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അഭിഷേക് ശ്രീകുമാർ, വരദ എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ ചിത്രം ABC ടാക്കീസ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അനൂപ് KK സംവിധാനം ചെയ്ത കോൾഡ് എന്ന സിനിമയായിരുന്നു ഈ മാസത്തെ 4ാമത്തെ OTT റിലീസ്. റീന മറിയ, മോനിഷ മോഹൻ,
രശ്മിത രാമചന്ദ്രൻ, ശ്രീകാന്ത് കെ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ മനോരമ മാക്സ് വഴിയാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. മെയ് മാസത്തിൽ ചെറുതും വലുതുമായി തിയേറ്ററിലെത്തിയ 14 സിനിമകളിൽ 12 സിനിമകളും പരാജയമായി മാറുകയാണ് ഉണ്ടായത്. 2 സിനിമകൾക്ക് മാത്രമാണ് വിജയിക്കാനായത്. ഇങ്ങനെ പരാജയപ്പെട്ട സിനിമകളിൽ പലതും വളരെ മികച്ച സിനിമകളും കൂടിയായിരുന്നു. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.